നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനുള്ളതെന്ന് നോക്കാം. വളരെ വേഗത്തിൽ ഇന്ന് ഇത് സംഭവിക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി മുഴുവൻ ജില്ലകളിലും മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി കാരണമാണ് മഴയ്ക്ക് സാധ്യത. വിവാദങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ഇന്ദിരാഭവനിലാണ്. AICC പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരുക. പുനഃസംഘടനാ വിഷയവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളും യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. ഗുരുവായൂർ കണ്ണന് മുന്നിൽ താലി ചാർത്തി ഇന്ന് പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത് 248 പേർ. പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനത്തിനടക്കം പ്രത്യേക ക്രമീകരണങ്ങൾ. തിരക്ക് കണക്കിലെടുത്ത് പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. മകരവിളക്ക് ഉത്സവത്തിന് സമാപ്തി കുറിച്ച് ശബരിമലയിൽ ഇന്ന് വലിയ ഗുരുതി നടക്കും. വൈകിട്ട് 6 വരെ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടും. സന്നിധാനത്ത് രാത്രി 10 വരെയാണ് ദർശനം. അത്താഴപൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഗുരുതിയോടെ ഈ സീസണിലെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ മകൻ വെട്ടിക്കൊന്ന ഉമ്മയുടെ സംസ്കാരം ഇന്ന്. സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലഹരിക്കടിമയായ മകൻ ആഷിഖ് ഉമ്മയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. പാലക്കാട് ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രി വ്യാപാരത്തിനെതിരെ ഇന്ന് പ്രതിഷേധം. അശാസ്ത്രീയ വേസ്റ്റ് സംസ്കരണം കടുത്ത പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുമെന്ന് ആശങ്ക. ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്ന് ദാവോസിലേക്ക്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംഘം പങ്കെടുക്കും. ആന്ധ്രയിലേക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണ് ലക്ഷ്യം. നാളെയാണ് വേൾഡ് എക്കണോമിക് ഫോറം ആരംഭിക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ 20ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾ ഇന്ന് വിജയവാഡയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. നാഷണൽ പോലീസ് അക്കാദമിയിൽ ഇന്റഗ്രേറ്റഡ് ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിന് അമിത്ഷാ തറക്കല്ലിടും. മുംബൈ പോലീസിന്റെ വാർത്താ സമ്മേളനം ഇന്ന് 9 മണിക്ക്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും. താനെയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായത് റെസ്റ്റോറന്റ് ജീവനക്കാരനായ വിജയ് ദാസ്. പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്.